ഭരതമുനിയുടെ നാട്യശാസ്ത്രം അനുസരിച്ച് അഭിനയത്തെ 4 തിരിച്ചിരിക്കുന്നു: ആംഗികം, വാചികം, സാത്വികം, ആഹാര്യം. ഇതിൽ വേഷവിധാനത്തിലൂടെ രസോൽപത്തി സാധ്യമാക്കുന്നതാണ് ആഹാര്യാഭിനയം. നിണത്തിന്റെ അവതരണത്തിലൂടെ സംജാതമാകുന്നത് ബീഭത്സം, ഭയാനകം എന്നീ രസങ്ങളാണ്. അറിവും അധ്വാനവും ഒത്തിണങ്ങിയ നടന്മാർക്കു മാത്രമേ നിണം ഒരുക്കി അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നിണം ഒരു കഥാപാത്രമല്ല, ഇതൊരവസ്ഥയാണ്. ഖരവധത്തിൽ ശൂർപ്പണഖ, കിർമീരവധത്തിൽ സിംഹിക, നരകാസുരവധത്തിൽ നക്രതുണ്ടി, ശൂരപത്മാസുരവധത്തിൽ അജമുഖി തുടങ്ങിയ പെൺകരിവേഷങ്ങളാണ് കഥകളിയിൽ നിണരൂപത്തിലേക്ക് പരിണമിക്കുന്നത്. നണത്തിനെക്കുറിച്ച് പറഞ്ഞാൽ, ഈ നണം എന്ന കഥാപാത്രം ഏറ്റുകഴിഞ്ഞാൽ ഒരാഴ്ച മുമ്പേ തന്നെ അതിൻ്റെ ടെൻഷൻ തുടങ്ങും. കാരണം അത് വിജയിക്കുമോ വിജയിക്കില്ലേ എന്നുള്ള ടെൻഷൻ. രണ്ടാമത് കളറ് ശരിയാവുക. കളർ ശരിയാവുമെന്ന് പറഞ്ഞാൽ ഒറിജിനൽ ബ്ലഡിൻ്റെ കളർ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നണം പൊളിയും. അതിൻ്റെ ഒരു പ്രധാന കാരണം പണ്ട് ഇത് ചെയ്തിരുന്നത് ചൂട്ടിൻ്റെയും ബന്ധത്തിൻ്റെയും മട്ടത്തിലാണ്. ഇപ്പോൾ അത്യന്താധുനിക യുഗത്തിൽ ഇലക്ട്രിക് ലൈറ്റും പോയിട്ട് ഇപ്പം ഹാലജൻ അങ്ങനെയുള്ള പുതിയ സംവിധാനങ്ങളൊക്കെ വന്നപ്പോൾ ഈ കളറിനെയൊക്കെ അത് മിക്സ് ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ ചിലപ്പോൾ സ്റ്റേജിൽ കിട്ടില്ല. നമ്മൾ നല്ല കളറൊക്കെ കൂട്ടി ശരിയാക്കി നിണം അണിഞ്ഞ് അരങ്ങത്ത് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വെള്ള കളറായിട്ടും മഞ്ഞ കളറായിട്ടും പലപ്പോഴും തോന്നിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു നിവൃത്തിയില്ല ഇപ്പോഴത്തെ ലൈറ്റിൻ്റെ സംവിധാനത്തിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഞങ്ങളിപ്പോൾ ചില പുതിയ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വേഷം കെട്ടേണ്ട ദിവസം രാവിലെ ഒരു 9 മണിക്ക് മുമ്പ് പരിപാടി സ്ഥലത്തെത്തി ഇതിൻ്റെ ഉരുക്കുകളെല്ലാം സംഘടിപ്പിക്കും. ഉരുക്കുകളെന്ന് പറഞ്ഞാൽ ഒരു കഷായത്തിൻ്റെ കുറുപ്പടി മാതിരി നീണ്ട ഒരു കുറുപ്പടി നേരത്തെ ഇതിന് കൊടുക്കും. ചുണ്ണാമ്പ്, മഞ്ഞപ്പൊടി, അരിപ്പൊടി, മൈദ, പാള, കുരുത്തോല, അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഇത് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ സമയത്ത് കിട്ടാറില്ല. ആദ്യം നമ്മൾ ഒരടുപ്പ് സൗകര്യപ്പെടുത്തും. കഴിയുന്നതും മറ്റുള്ള പൊതുജനങ്ങൾ കാണാതെ രഹസ്യമായിട്ട് വേണം ഇത് ചെയ്യാനെന്നാണ് പണ്ടുള്ളവർ നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ സീക്രട്ട് പുറത്തു വരും. പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് രാത്രി കാണാനുള്ള ഒരു ഉത്സാഹം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇത് ആരും കാണരുത് എന്ന് പറയുന്നത്. പിന്നെ പണ്ട് കാലത്തൊക്കെ ചതികൾ ചെയ്യുമെന്ന് പറയുന്നു. ഇതിനകത്ത് വെളിച്ചെണ്ണ കൊണ്ടൊഴിക്കുകയോ അല്ലെങ്കിൽ ഉപ്പ് കൊണ്ടിടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ നിണം പിരിഞ്ഞു പോവും. അതുകൊണ്ടൊന്നും ആരെയും അടുപ്പിക്കാറില്ല. പക്ഷേ എനിക്കതൊന്നും ഇന്നൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ സാധാരണ നണം അണിയുന്നിടത്തും ഇത് കൂട്ടുന്നിടത്തും എല്ലാം ആര് വന്നാലും ഞാനൊന്നും പറയാറുമില്ല. കാരണം ഇതിൻ്റെ രഹസ്യം ആര് കണ്ടാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അടുത്തൊരു തലമുറ ഇത് മനസ്സിലാക്കണമെന്നുള്ളൊരു വാശിക്കാരനാണ്. അടുപ്പ് കൂട്ടി ഒരു 4-5 പറ ഉള്ളുന്ന ഒരു വാർപ്പായിരിക്കണം. വാർപ്പാണെന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കാണ്ട് കഴിയും. വാർപ്പ് അടുപ്പിൽ വെച്ചിട്ടൊരു 3 പറ വെള്ളം ആദ്യം ഒഴിച്ച് തിളപ്പിക്കും. 3 പറ വെള്ളം ഒഴിച്ച് തിളച്ചതിൻ്റെ ശേഷം അതിനകത്ത് 5 കിലോ അരിപ്പൊടി, പച്ചരിയുടെ പൊടി വെള്ളത്തിൽ കലക്കി ഒഴിക്കും. വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നത് ഇത് ഈ ഉണ്ട കെട്ടി കട്ടി പിടിക്കാണ്ടിരിക്കാനാണ്. അത് വെന്ത് കഴിഞ്ഞാൽ അതിനകത്ത് 1 കിലോ മൈദയും കൂടി ചേർക്കും. മൈദ പണ്ട് ചേർത്തിരുന്നില്ല. അതിപ്പോൾ ഞാനായിട്ട് വരുത്തിയ ഒരു പരിഷ്കാരമാണ്. മൈദ കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൊഴുപ്പ് കിട്ടും. കൊഴുപ്പ് ഒരുമാതിരി കട്ടയായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഈ മൈദ ചേർക്കുന്നത്. ഇത് വെന്ത് വരുമ്പോൾ ഇതിനകത്തൊരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം ചേർക്കും, കളറ്. അത് പണ്ട് ചെയ്തിരുന്നില്ല. അതൊക്കെ ഇപ്പം ഈ ഇലക്ട്രിക് യുഗം വന്നതിന് ശേഷമാണ് ഈ കളർ ചേർക്കുന്നത്. കളർ ചേർത്തില്ലെന്നുണ്ടെങ്കിൽ കളർ ശരിയാവില്ല. അതിന് കോഴിച്ചായം എന്ന് പറഞ്ഞിട്ടൊരു ചായ ഉണ്ട്, അതാണ് ചേർക്കുന്നത്. പക്ഷേ എനിക്കത് ശരീരത്തിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ നല്ല വിലയുള്ള ബിസ്ക്കറ്റിന് ചേർക്കുന്ന ഒരു കളറാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരു പൊടിയാണത്. അത് റെഡും മഞ്ഞയും കൂടി ചേരുമ്പം തുടുത്ത റെഡ് കിട്ടും. അതായത് അതിലുള്ള കളറ് കുറച്ച് മഞ്ഞ ചേർന്ന റെഡാണ്. അപ്പോൾ ഈ മഞ്ഞ ചേർന്ന് കഴിഞ്ഞാൽ ചുവപ്പിന് കുറച്ചും കൂടി കാഠിന്യം കൂട്ടി കിട്ടും. ഞങ്ങളിപ്പോൾ കഥകളിക്കും അതുപോലെ തന്നെയാണ്. റെഡിനകത്ത് വെള്ളപ്പൊടി ചേർത്താണ് ചുവപ്പ് പാകപ്പെടുത്തി എടുക്കുന്നത്. അതേ മെത്തേഡിൽ തന്നെയാണ് ഇത് ഞാൻ ചെയ്യുന്നത്. ആ കളറ് ഏതാണ്ട് പാകപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ഈ കുറുകിയെന്ന് മനസ്സിലാവുന്നത് നണത്തിൻ്റെ അടുപ്പിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുമള വരാൻ തുടങ്ങും. കുമളെന്ന് വെച്ചാൽ ഹോള് വീഴും. കുറുകി വന്ന ആ സാധനത്തിൽ ഓരോ ഓട്ട ഇങ്ങനെ വീഴാൻ തുടങ്ങും. അപ്പോൾ അത് പാകമായി എന്നാണ്. അത് വാങ്ങി വെച്ച് തണുക്കുന്നവരെ ഇളക്കും. ഇളക്കി കഴിഞ്ഞാൽ അതവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഇതിലേക്ക് കൃത്രിമമായി ചേർക്കേണ്ട മാംസ കഷ്ണങ്ങൾ പോലെ തോന്നിക്കാനായിട്ട് കരിക്ക്, അധികം മൂക്കാത്ത കരിക്ക്, അത് മുഴുവനെ ഇളക്കി ഇതിലേക്കിടും.
തണുത്തതിന് ശേഷം ഇടും. അപ്പോൾ അത് കളർ പിടിച്ച് കഴിഞ്ഞാൽ നല്ല കട്ട മാംസം മാതിരി ഇരിക്കും. പിന്നെ ഈ ഞരമ്പുകളായിട്ട് തോന്നിക്കാൻ കവുങ്ങിൻ്റെ പൂക്കുല, ഇളയ പൂക്കുല മുറിച്ചിടും. അപ്പോൾ അത് ഈ റെഡിൻ്റെ ഇടയിൽ ചെറിയ വെള്ള കളർ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞരമ്പ് മുറിഞ്ഞ് കിടക്കുന്ന മാതിരി തോന്നും. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് അരത്തം കലക്കി ഒഴിക്കും. അതായത് സാക്ഷാൽ നേണം ചുണ്ണാമ്പും മഞ്ഞളും കൂടി കലക്കി പാകപ്പെടുത്തി ഇതിൽ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നല്ല ശരിക്കും പറഞ്ഞാൽ ബ്ലഡിൻ്റെ മണം തന്നെ കിട്ടണമെന്നാണ്. അത് ഇതിൽ ചുണ്ണാമ്പിലോ മഞ്ഞളിലോ എന്തെങ്കിലും പിഴവ് പറ്റിയാൽ അത് ശരിയായിക്കണമെന്നില്ല. അങ്ങനെ ഇത്രയും ശരിയാക്കി ഒഴിച്ച് കളർ പാകപ്പെടുത്തിയാൽ നിണമായി കഴിഞ്ഞു. അത് അടച്ച് വെച്ച് പിന്നെ ആരും കാണാൻ സമ്മതിക്കില്ല. ഞങ്ങൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ദേഹത്ത് കൃത്രിമമായി മുറിഞ്ഞ 2 മാറ്, നക്കരതൊണ്ടിയുടെ മാറ് വെച്ചാൽ കുറച്ച് വലിപ്പം ഉണ്ടാവുമല്ലോ, ആ മാറ് ജയന്തൻ വെട്ടി വിട്ടതുപോലെ മുറിച്ച് 2 കഷ്ണങ്ങളാക്കും. 2 കഷ്ണം മുറിച്ച് വേർപെടുത്തില്ല, മുറിച്ച് തൂക്കിയിടും. അതിൽ ഫ്രണ്ടിൽ കുറച്ച് ഞരമ്പും ഒക്കെ തൂക്കിയിട്ട്, പലരും കുടലെന്നാണ് പറയുന്നത്. മാറ് മുറിച്ചാൽ കുടലൊന്നും പുറത്ത് ചാടില്ല, ഞരമ്പുകളാണിത്. നക്കരതുണ്ടിയുടെ രൂപം തന്നെ ഒരു മല പോലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞരമ്പുകളാണ് ഈ തൂങ്ങിക്കിടക്കുന്നതെന്നാണ് സങ്കല്പം. അത് സെറ്റ് ചെയ്യും. അതിൽ പച്ചപ്പാള കൊണ്ട് 2 മാറുണ്ടാക്കി ഒരു അലകിൻ്റെ കഷ്ണം കോർത്തിറക്കി അതിൻ്റെ നടുക്ക് ഈ ഞരമ്പുകളും ഫിറ്റ് ചെയ്ത് അതവിടെ മാറ്റി വെക്കും. പിന്നെ അണിയാനുള്ള തുണി ഞാൻ 24 മീറ്റർ തുണിയാണ് ഞാൻ ഉപയോഗിക്കുക. ചിലർ 10 മീറ്റർ ഉപയോഗിക്കുന്നവരുണ്ട്, 12 മീറ്റർ ഉപയോഗിക്കുന്നവരുണ്ട്, 18 മീറ്റർ ഉപയോഗിക്കുന്നവരുണ്ട്. 24 മീറ്റർ തുണിയിൽ നിണം പിടിച്ചു കഴിഞ്ഞാൽ അതൊരു 32 കിലോ ഉണ്ടാവും. ഈ മാറ് സെറ്റ് ചെയ്തതും ഉണ്ടാവും ഒരു 10-12 കിലോ. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന മറ്റ് ഐറ്റംസ് എല്ലാം കൂടെ എങ്ങനെയായാലും ഒരു 40-45 കിലോ കഴുത്തിലാണ് തൂങ്ങേണ്ടത്. അത് പേടിച്ചിട്ടാണ് തുണിയുടെ അളവൊക്കെ കുറയ്ക്കുക. തുണിയുടെ അളവ് കുറയും തോറും ഈ രൂപത്തിൻ്റെ വലിപ്പവും കുറഞ്ഞു വരും. ബലൂണിൻ്റെ കാറ്റടിച്ചു വിട്ട മാതിരി ആയിപ്പോവും. അപ്പം അത് വരാണ്ടിരിക്കാനാണ് ഞാൻ കൂടുതൽ തുണി ഉപയോഗിക്കുന്നത്. കൂടുതൽ തുണി ഉപയോഗിച്ചില്ലെങ്കിൽ നിണത്തിൻ്റെ ആ നിറവ് കുറഞ്ഞു കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ പണ്ട് ചെയ്തിരുന്നെന്ന് പറഞ്ഞാൽ ഈ ഞരമ്പുകൾക്ക് കുരുത്തോലയുടെ ഈർക്കിലെടുത്തിട്ട് അത് വളയം ചുറ്റി അതിൽ തുണി ചുറ്റിയിട്ട് കുറേ നീളത്തിലിങ്ങനെ ആക്കും. അപ്പം ഞാനതിനൊരു എളുപ്പപ്പണി കണ്ടുപിടിച്ചു. ഈ കരിപ്പോട്ടി കയർ, നമ്മുടെ വിരലിൻ്റെ വണ്ണമുള്ള കയറിൽ വലിച്ചു കെട്ടിയിട്ട് അതിൽ തുണി ചുറ്റി പ്രത്യേക തരം കോർപ്പ് കോർത്ത് ഞരമ്പിൻ്റെ രൂപത്തിലാക്കി. അതാണിപ്പോൾ ഞാൻ ചെയ്യുന്നത്. അത് 1 മണിക്കൂർ കൊണ്ട് ഒരു 10-20 മാറ് സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതേസമയം ഇർക്കിൽ 20 മാറ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ഇരുന്ന് ചുറ്റിയാലും ആവില്ല, ഈ ഗുണം കിട്ടുമില്ല. അങ്ങനെ മാറ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് നിണം മുക്കലാണ്. നിണം ഞാനിതെല്ലാം കഴിഞ്ഞ് അവസാനം അണിയാൻ നേരത്തെ മുക്കാറുള്ളൂ. ഇതിൽ മുമ്പേ മുക്കിയിട്ടിരുന്ന ചിലപ്പോൾ കളറ് മിസ്സായി പോകും. ഞാൻ നിണം മുക്കിടാറില്ല. ഇനി രാത്രി നിണം അണിയലാണ്.